मेरे प्यारे बच्चों सालम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं बच्चा आप ठीक है ना എല്ലാ മക്കളും അടിപൊളിയല്ലേ യെസ് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഹിമാലയ കി ബേഠിയാം എന്നുള്ള ചാപ്റ്ററിലെ ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഹിമാലയ കി ബേഠിയാം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ജി ഡോക്ടേഴ്സ് ഓഫ് ഹിമാലയാസ് അല്ലേ ഡോക്ടേഴ്സ് ഓഫ് ഹിമാലയാസ് ആണ് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ മക്കളും കൃത്യതയോടുകൂടി ശ്രദ്ധിച്ചോളൂ നോക്കാം നമുക്ക് എന്താണ് ആ ചോദ്യം എന്നുള്ളത് എന്താണ് ഈ പാഠഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് നോക്കാം पिछली कक्षा में आप विशेषण और उसके भेदों से परिचय प्राप्त कर चुके हैं വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് नीचे दिए गए विशेषण और विशेष्य और संख्या का मिलान कीजिए അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്തു വിശേഷണവും വിശേഷ്യവും ഒക്കെ പഠിച്ചതാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ് വിശേഷി പഠിച്ചിട്ടുണ്ടല്ലോ അതായത് ഭേദങ്ങൾ അല്ലേ ടൈപ്സ് അല്ലേ ടൈപ്സ് നിങ്ങൾ പഠിച്ചല്ലോ വിശേഷന്റെ ടൈപ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് नीचे दिए गए विशेषण और विशेष्य അഥവാ സംഖ്യ का मिलान कीजिए താഴെയുള്ള വിശേഷൺ ഓർ വിശേഷി സംഖ്യ അഥവാ നൗൺ അല്ലേ നൗൺ നിങ്ങൾ എന്ത് ചെയ്യണം മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ചേർക്കണം അപ്പോൾ ഒരു കള്ളി കൃത്യമായിട്ട് മാച്ച് ദ ഫോളോയിങ് നമുക്ക് തരുമ്പോൾ അതുണ്ടാവും താഴെ ഒരു കള്ളിയും കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ മാച്ച് ദ ഫോളോയിങ് നമുക്ക് നോക്കാം എന്താണ് ആ ചോദ്യത്തിലുള്ളത് എന്ന് അപ്പോൾ ഇവിടെ കാണാൻ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ വിശേഷൺ ഓർ വിശേഷ് അല്ലേ എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം യെസ് സംക്രാന്ത് അല്ലേ സംക്രാന്ത് ഓർ ചഞ്ചൽ ഓർ സമതൽ അല്ലേ ഓർ ഘന ഓർ മുസൽധാർ അല്ലേ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വിശേഷണം തന്നിട്ടുണ്ട് ഈ വിശേഷ ഇത് നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തി യഥാർത്ഥത്തിലുള്ളത് നമ്മൾ എന്ത് ചെയ്യണം യോജിപ്പിക്കണം അതാണ് മാച്ച് ദ ഫോളോയിങ് ഈ ചോദ്യത്തിലൂടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സംക്രാന്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ എലൈറ്റ് ആയിട്ടുള്ള അപ്പോൾ അതിന് യോജിച്ചത് ഏതാണ് വർഷാണോ ജംഗിളാണോ മഹിളയാണോ നദിയാമാണോ ആങ്കണാണോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഉദാഹരണമായിട്ട് മുസൽദാർ ഇവിടെ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മാച്ച് ദ ഫോളോയിങ് ആക്കിയിട്ട് തന്നിട്ടുണ്ട് അല്ലേ വർഷാണ് അല്ലേ ഭീകരമായ പേമാരി പേമാരി നമുക്ക് പറയാം കഠിനമായ വർഷാണ് അപ്പൊ പേമാരി എന്ന് എന്ത് ചെയ്യാം നമുക്ക് അതിനെ പറയാം അപ്പൊ അതെന്താണ് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് യോജിച്ചതാണ് അങ്ങനെയാണെങ്കിൽ സംക്രാന്ത് നമ്മൾ എന്ത് ചെയ്യണം എത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും കണ്ടെത്തണം ഐഡന്റിഫൈ ചെയ്യണം അപ്പൊ ഏതായിരിക്കും യെസ് മഹിളയാണ് അല്ലേ മഹിള സംക്രാന്തോർ മഹിള അല്ലേ എന്താണത് യെസ് എലൈറ്റ് ആയിട്ടുള്ള മഹിള എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം പറയാം ചഞ്ചൽ ഓർ എന്താണ് ചഞ്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചഞ്ചൽ എന്ന് പറഞ്ഞാൽ എന്താ ഇളകുന്ന അല്ലേ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാം അതുമായി കണക്ട് ചെയ്യുന്നത് ഏതാണ് ജംഗിളാണോ നദിയാമാണോ ആങ്കണാണോ ജി അല്ലേ നദിയാം സെറ്റാണോ അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു യോജിച്ചു ഇനി അതേപോലെ സമതൽ അല്ലേ സമതൽ എന്നുള്ളതിന് ഏതാണ് നമുക്ക് വരുന്നത് സമതലമായ എന്നുള്ളതൊക്കെ നമ്മൾ സമതലമായിട്ട് വരുന്ന നമുക്ക് ജംഗിളാണോ ആങ്കണാണോ വരുന്നത് എന്ന് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും അതേതാണ് മുറ്റമാണ് സമതലമായിട്ടുള്ള മുറ്റം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സിമ്പിളായിട്ട് പറയാറുണ്ട് ഇനി അവസാനമായിട്ട് മൂന്നെണ്ണം നമ്മൾ ശരിയായിട്ട് ക്രമപ്പെടുത്തിയാൽ മാച്ച് ദ ഫോളോയിങ്ങിൽ അടുത്തതായിട്ട് വരുന്നത് സിമ്പിളായിട്ട് നമുക്ക് വേണ്ടി കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഏതാണ് ഘന ജംഗിൾ അല്ലേ എന്താണ് തിങ്ങിയ വനം അല്ലേ വനങ്ങൾ എന്ത് ചെയ്യും ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന കാടിനെയാണ് നമ്മളത് പറയുന്നത് ഘന ജംഗിൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ പുരാതനമായിട്ടുള്ള കഥകളിലൊക്കെ നമ്മൾ കൊടുങ്കാട്ടിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വിശേഷണ ഓർ വിശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും എളുപ്പല്ലേ അപ്പോൾ ഇത് നമുക്ക് വരുന്നത് നമ്മുടെ പാഠഭാഗം ഏതാണ് ഹിമാലയ കി ബേഠിയാം അല്ലേ എന്നുള്ള പാഠഭാഗത്തിൽ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഒരു ചെറിയ ആക്ടിവിറ്റിയാണ് എളുപ്പമാണ് സിമ്പിളായിട്ട് അപ്പോൾ ഇത്തരത്തിൽ ആക്ടിവിറ്റി വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ വിശേഷണം ഓർ വിശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ സെറ്റാണോ റെഡി അല്ലേ അപ്പോൾ ഇത്തരത്തിൽ ഒരു ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഇത്തരത്തിൽ എൻ്റെ മക്കൾ കണ്ടെത്തുമല്ലോ ഓക്കെ ആണോ റെഡിയാണോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാ മക്കൾക്കും നന്ദി സബ്കാ ബഹുത് ബഹുത് ശുക്രിയ ബൈ